ഇത്തവണ ഉടുമ്പൻചോലിയിൽ മത്സരിക്കുന്നത് സംഗീത വിശ്വനാഥനാണ്. BDJസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയാണ്. എങ്ങനെയുണ്ട് ഉടുമ്പൻചോലിയിലെ പര്യടനം? ജനങ്ങളുടെ ഒരു അഭിപ്രായമൊക്കെ വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു അഭിപ്രായം തന്നെയാണ്. മാറാത്തത് മാറും എന്നാണ് ജനങ്ങൾ ഇവിടെ പറയുന്നത്. തീർച്ചയായിട്ടും അത് ഈ മാറാത്തത് എന്നിലൂടെ മാറും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മൾ ഈ പര്യടനത്തിൽ ജനങ്ങളായിട്ട് പങ്കുവയ്ക്കുന്നത്? കഴിഞ്ഞ 25 വർഷമായിട്ട് ഇവിടെ LDF ഭരിച്ച ഒരു നിയോജക മണ്ഡലമാണ് ഈ ഉടുമ്പൻചോല എന്നുള്ളത്. അവിടെ ജനങ്ങൾക്ക് അവരുടെ പ്രതീക്ഷകൾ, ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകിയിരുന്നു. വികസനമുണ്ടെന്ന് പറയുമ്പോഴും അത് യഥാർത്ഥത്തിൽ അത് വികസനം ഉണ്ടായോ എന്ന് ജനങ്ങൾ ഇന്ന് പരിശോധിക്കുമ്പോൾ ഇവിടെയൊക്കെ ഒരു കണ്ണിൽ പൊടിയിടുന്ന വികസനമാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഇവിടെ ആയുർവേദ മെഡിക്കൽ കോളേജ് ഉദാഹരണത്തിന് ഞാൻ പോയപ്പോൾ ഫ്ലക്സ് മാത്രമാണ് അവിടെ ഉള്ളത്, ഉദ്ഘാടനത്തിന്റെ ഫ്ലക്സ് മാത്രം. ഇതുപോലെ പുറത്തെ ജനങ്ങൾക്ക് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയൊക്കെ വികസനം ഉണ്ടായി എന്ന് പറയുമ്പോഴും അതെല്ലാം യാഥാർത്ഥ്യമല്ല എന്നൊരു തിരിച്ചറിവ് ഈ നാട്ടിലെ ജനങ്ങൾക്കുണ്ട്. യഥാർത്ഥ വികസനം എന്താണ് എന്നുള്ളത് ദേശീയ ജനാധിപത്യ സഖ്യം ഇന്ന് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അതായത് പൊളിറ്റിക്സ് ഓഫ് പെർഫോമൻസ് ആണ് ദേശീയ ജനാധിപത്യ സഖ്യം മുന്നോട്ട് വെക്കുന്നത്. ഇന്ന് ഭാരതം മുഴുവൻ മറ്റുള്ള ലോകങ്ങൾക്ക് മാതൃകയായിട്ട് ഇവിടെ നിൽക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു രീതിയിൽ തന്നെ ഈ ഉടുമ്പൻചോലയിലും വികസനം ഉണ്ടാവണം എന്ന് ആത്മാർത്ഥമായി ജനങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുള്ളത് ആണ് ഇന്നത്തെ ഒരു സ്ഥിതിവിശേഷം. ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്തപ്പോൾ ഏകദേശം 90,000 വോട്ട് നേടാൻ കഴിഞ്ഞു. ഇത്തവണ ഇവിടെ ഉടുമ്പൻചോലയിൽ ഇടുക്കിയിൽ ആദ്യമല്ല, ഇടുക്കിയിൽ മത്സരിച്ചിട്ടുണ്ട്. ഉടുമ്പൻചോലയുടെ മണ്ണ് എങ്ങനെയാണ്? ഇടുക്കിയിൽ കൂടുതൽ ഇന്ന് പ്രതീക്ഷ എന്ന് നൽകുന്നത് തീർച്ചയായിട്ടും കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മത്സരിക്കുമ്പോൾ ചിലർക്കൊക്കെ ഞാൻ പുതുമുഖമായിരുന്നു. പക്ഷെ ഇന്ന് അതല്ല. സ്പൈസസ് ബോർഡ് ചെയർപേഴ്സൺ എന്ന നിലയിൽ ഞാൻ കർഷകരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ഏറ്റവും കൂടുതൽ ഏലക്ക കർഷകരുള്ള ഉടുമ്പൻചോലയിൽ അവർക്ക് തികച്ചും ഞാനൊരു കൂട്ടുകാരി തന്നെയാണ്. അതോടൊപ്പം തന്നെ ഈ മറ്റുള്ളവർക്ക്, പ്രത്യേകിച്ച് സമുദായത്തിൻ്റെ പ്രവർത്തനത്തിലായാലും SNDP യോഗത്തിൻ്റെ പ്രവർത്തനത്തിലായാലും ഞാൻ ഇവിടെ ഇടുക്കിയിൽ തന്നെ കഴിഞ്ഞ ഏകദേശം 15 വർഷത്തോളമായി ഇവിടുത്തെ പ്രവർത്തനങ്ങളുമായിട്ട് ഇടപഴകിയിട്ടുള്ള ജനങ്ങളാണ് ഉടുമ്പൻചോലയിലുള്ളത്. അതുകൊണ്ട് തന്നെ ഒരുപാട്, കഴിഞ്ഞ പ്രാവശ്യം 93,000 ആണെങ്കിൽ ഇന്ന് അതല്ല ഇവിടുത്തെ സ്ഥിതി. ഉടുമ്പൻചോലയിൽ ഒരുപാട് മാറ്റം ആഗ്രഹിക്കുന്ന ജനങ്ങളുണ്ട്. ഇന്ന് രാഷ്ട്രീയ സ്ഥിതിഗതികൾ മാറിയിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയാണ് എനിക്കുള്ളത്. പ്രചാരണം എത്രാം ഘട്ടമായിട്ടുണ്ട് ഇപ്പോൾ? കീ വോട്ടേഴ്സിന്റെ പ്രചരണ രീതി അത് അവസാനിച്ചിരിക്കുകയാണ്. ഇന്ന് മുതൽ എല്ലാ കവലകൾ തോറും, കാരണം ഓരോ വീടുകളിലും ചെന്നെത്തി വോട്ട് അഭ്യർത്ഥിക്കാനുള്ള സമയപരിമിതി ഉള്ളത് കൊണ്ട് തന്നെ എല്ലാ കവലകളിലും, അതുപോലെ തന്നെ മറ്റ് പ്രധാനപ്പെട്ട കൂട്ടം കൂടി നിൽക്കുന്ന ഉത്സവ പറമ്പുകളിലൊക്കെ ചെന്നാണ് ഞാൻ വോട്ട് ചോദിക്കുന്നത്. കാരണം പരിമിതിയുള്ളതുകൊണ്ട്, സമയപരിമിതി, പിന്നെ അതുപോലെ നല്ല പൊള്ളുന്ന ചൂടാണ്, കാലാവസ്ഥ നല്ല പ്രതികൂലം തന്നെയാണ്. ഇതെല്ലാം ഒരു വെല്ലുവിളിയാണ് തീർച്ചയായിട്ടും. പക്ഷെ എന്നിരുന്നാലും ഇവിടുത്തെ ജനങ്ങൾക്ക് എന്നെ വിശ്വാസമുണ്ട്. ആ ഒരു ആത്മവിശ്വാസത്തിലാണ് ഞാൻ. ഈ മണ്ഡലത്തിൽ MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ടാൽ എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? തീർച്ചയായിട്ടും സ്പൈസസ് ബോർഡിന്റെ ഒരു പരിചയം, അത് വലിയൊരു അനുഭവ സമ്പത്താണ് എനിക്ക്. അതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇവിടുത്തെ ജീവിതം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സ്പൈസസിനോട് ബന്ധപ്പെട്ട് തന്നെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ സ്പൈസസിന്റെ ഏറ്റവും പാരമ്പര്യമുള്ള ഒരു, ഇന്ത്യയിൽ കറുത്ത സ്വർണത്തിന് വേണ്ടി വന്ന പാരമ്പര്യമാണ് ഇവിടെയുള്ളത്. ഈ കറുത്ത സ്വർണത്തിന് പോലും, ഏലയ്ക്കായാലും ഇവിടെ മറ്റുള്ള രാജ്യങ്ങളിൽ ഇന്ന് ഇന്റർനാഷണൽ ലെവലിൽ നല്ലൊരു മാർക്കറ്റ് ഉണ്ട്. അത് ശരിയായ രീതിയിൽ വിനിയോഗിക്കാനും അത് ഇവിടുത്തെ ജനങ്ങൾക്ക് ജീവിത നിലവാരം ഉറപ്പുവരുത്താനായിട്ട്, വളരെ നല്ല രീതിയിലുള്ള ജീവിത നിലവാരം കൊണ്ടുവരാനായിട്ടും ഇവിടുത്തെ വികസനത്തിനും അത് വലിയൊരു സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിനോട് ബന്ധപ്പെട്ടുകൊണ്ട് വലിയ ഒരു മാറ്റം ഇവിടെ പദ്ധതി നടപ്പിലാക്കി, നല്ലൊരു പദ്ധതി ഇവിടെ നടപ്പിലാക്കാനായിട്ട് ഞാൻ ശ്രമിക്കും. അതുപോലെ തന്നെ ഇവിടുത്തെ റോഡുകൾ ഏറ്റവും ഗ്രാമങ്ങളുടെ ഉള്ളിലേക്ക്, ഇന്ന് കേന്ദ്ര സർക്കാരിന്റെ അനുഗ്രഹത്തോടെ നമുക്കറിയാം നല്ല റോഡുകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഇടുക്കിയിൽ. പക്ഷെ അതുകൂടാതെ തന്നെ ഗ്രാമങ്ങളിലേക്ക് ഒരുപാട് പദ്ധതികൾ, പ്രധാനമന്ത്രിയുടെ പദ്ധതികളുണ്ട്. പക്ഷെ ഗ്രാമങ്ങൾ, ഓരോ വീടുകളിലേക്ക് അവർക്ക് സൗകര്യപ്രദമായിട്ട് എത്തിച്ചേരാനുള്ള റോഡുകളുടെ വികസനം അത് ഏറ്റവും അത്യാവശ്യമാണ്. പിന്നെ ഇവിടുത്തെ ജനങ്ങൾ മുഴുവനും നമുക്കറിയാം ഇസ്രായേലിലും അതുപോലെയുള്ള മറ്റു രാജ്യങ്ങളിലേക്കും പറന്നു പോകുന്ന ഒരു അവസ്ഥയുണ്ട്. യുവജനങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവണം. അവർക്ക് അവരുടെ സ്വന്തം കുടുംബത്തിനൊപ്പം താമസിച്ചുകൊണ്ട് എല്ലാ സന്തോഷത്തോടെയും ജീവിക്കാനുള്ളത് അവരുടെ മൗലികമായ അവകാശം കൂടിയാണ്. അപ്പോൾ വിദ്യാഭ്യാസമായാലും ആരോഗ്യമായാലും അവരുടെ അവകാശമാണ്. ആ അവകാശങ്ങളിലേക്ക്
നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഏറ്റവും നല്ല രീതിയിൽ ഒരു നല്ല ഹോസ്പിറ്റൽ ഇന്ന് ഈ ഉടുമ്പൻചോലയിലില്ല. ഇവിടെ എൻ്റെ ഡ്രൈവർ പറയുണ്ടായി, ഇവിടെ 2 ഇൻഡിക്കേറ്ററും ഇട്ടുകൊണ്ട് ഒന്ന് ഓൺ അടിച്ചാൽ ഇവിടെ മാറി കൊടുക്കണം. കാരണം അത്ര ദൂരത്തുനിന്നും അത്ര ഇതിലും ആണ് ഒന്ന് എന്തെങ്കിലും ഒരു വയ്യായിക വന്നെങ്കിൽ തൊട്ടടുത്ത് ആരെങ്കിലും ഒരു സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് കോട്ടയം മെഡിക്കൽ കോളേജിലോ അല്ലെങ്കിൽ മറ്റ് തേനി മെഡിക്കൽ കോളേജിലോ പോകുന്ന ഒരു അവസ്ഥയിൽ നിന്ന് ഇവിടെ ഒരു മാറ്റം ഉണ്ടാവണം. നല്ലൊരു ആരോഗ്യ മേഖല ഇവിടെ ഉണ്ടാവണം. അതുപോലെ തന്നെ ആയുർവേദം എന്ന് പറയുന്നത് തികച്ചും ഇന്ത്യയുടെ നമ്മുടെ കേരളത്തിന്റെ ഏറ്റവും പാരമ്പര്യമായ ഒരു സ്വത്താണ്. ആ രീതിയിലൊരു ചികിത്സാ സമ്പ്രദായവും ഏറ്റവും ആധുനിക ടെക്നോളജി, ഇന്നോവേറ്റീവ് ടെക്നോളജി പോലെ ഇവിടെ ഉണ്ടാക്കിക്കൊണ്ട് ഒരു സ്ഥിതിവിശേഷം ഇവിടുത്തെ ജനങ്ങൾക്ക് ഏറ്റവും നല്ല ഒരു അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാനും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സ്ത്രീകൾ ഇന്ന് പുറത്തോട്ട് വരികയാണ്. കർഷകർ മാത്രമല്ല, ആ കർഷകര് നല്ല കർഷകരുണ്ട്, സ്ത്രീ കർഷകരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ള സബ്സിഡി ഉൾപ്പെടെയുള്ള മറ്റു കാര്യങ്ങൾ അത് തീർച്ചയായിട്ടും സ്റ്റാർട്ടപ്പ് പോലെയുള്ള മിഷനിലൂടെ കേന്ദ്ര ഗവൺമെന്റിന് ഇവിടെ നടപ്പിലാക്കാൻ സാധിക്കും. അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ, ടോയ്ലറ്റ്സുകൾ, ഇവിടെ ടൂറിസം, ഇക്കോ ടൂറിസം, ആ ടൂറിസം ഏറ്റവും ഭംഗിയായ രീതിയിൽ വിനിയോഗിക്കാനായിട്ട് ഇന്ന് വരെ ഇടുക്കിയിലെ കഴിഞ്ഞ ഭരണകർത്താക്കൾക്ക് സാധിച്ചിട്ടില്ല. അവിടെയും സ്ത്രീകൾ ഒരുപാട് ആ മേഖലയിൽ ഉണ്ട്. അവർക്ക് വേണ്ട പദ്ധതികളൊക്കെ നടപ്പിലാക്കാനായിട്ട് ഇവിടെ സാധിക്കുമെന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ്. തികഞ്ഞ വിജയപ്രതീക്ഷയാണ്. ഏതായാലും NDA സ്ഥാനാർത്ഥി പൂർണ്ണ വിജയപ്രതീക്ഷയിൽ തന്നെയാണ് ഉള്ളത്. ഏതായാലും എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.